guys, welcome back to Videos. ഇന്നത്തെ ചലഞ്ച് ഡിഫറെന്റ് കളർ ചലഞ്ച്. ബ്രോ സൂപ്പർ ബ്രോ ഇടയ്ക്കൊക്കെ പല്ല് വെച്ചാൽ കൊള്ളാം. എന്തോന്നാ പറഞ്ഞേ? ഡിഫറെന്റ് കളേഴ്സ് ചലഞ്ച്. ഡിഫറെന്റ് കളർ ഡിഫറെന്റ് ആൻസർ ചലഞ്ച്. അത് പൊട്ടണ്ട, അത് ഡിഫറെന്റ് ആൻസർ ചലഞ്ച് എന്നാണ് ചലഞ്ചിന്റെ പേര്. ചലഞ്ചിലൊന്നും ഇരുന്നപ്പോഴാണ് ചലഞ്ച് എന്തോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ആണല്ലേ? മനസ്സിലായില്ലേ? ഇതിപ്പോ ഇതിന്റെ റൂൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ ഉത്തരവും കയ്യിലുണ്ടാവും, ക്വസ്റ്റ്യനും കയ്യിലുണ്ടാവും. ആ ഉത്തരം നമ്മൾ പറയരുത്, ക്രൂവിന്റെ കയ്യിലുള്ള ഉത്തരം നമ്മൾ പറയരുത്. അതിനോട് യോജിക്കുന്ന വേറെ ഏതെങ്കിലും ഉത്തരമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം എന്തുകൊണ്ടാണ് എഴുതുന്നേ? പെൻ. ക്രൂവിന്റെ പെൻ എന്നാണ്. അപ്പൊ ഇത് തോറ്റി. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. പറയില്ല, സ്കെച്ച് എന്ന് പറഞ്ഞു. ഓക്കെ, ആ കാറ്റഗറി വരുന്ന സാധനങ്ങളെ പറയാൻ പാടുള്ളൂ. സോ അതാണ് അപ്പൊ ചലഞ്ച്. സോ എന്തായാലും വീഡിയോയിലേക്ക് പോകണമെങ്കിൽ വീഡിയോയിലേക്ക് അടിക്കാത്ത ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാം. സബ്സ്ക്രൈബ് റോഡ് 1 മില്യൺ സബ്സ്ക്രൈബ് ചെയ്താണ്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Let's go. എന്തുകൊണ്ടാണ് എഴുതുന്നത്? പെൻസിൽ. കറക്റ്റ് അല്ല. മഴ പെയ്യുമ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത്? വഞ്ചി. മഴ പെയ്യുമ്പോ വഞ്ചിയാ. തെറ്റ്. മൈനസ്. വഞ്ചി എങ്ങനെ ഉപയോഗിക്കുന്നത്? മഴ പെയ്യുമ്പോ വഞ്ചിയാണ് ഉപയോഗിക്കുന്നത്. മഴ കൂടുമ്പോ പിന്നെ വഞ്ചിയിലല്ലാണ്ട് ട്രെയിനിലാണ് പോവാ എല്ലാവരും. മഴയാണോ? മഴ എങ്ങനെ ഈ മഴ പെയ്തോണ്ടിരിക്കുമ്പോണ്ടല്ലോ ഈ ഇത് വരും, ഫ്ലഡ് വരുമ്പോ എന്തിട്ട് ചെയ്യാ? വഞ്ചിയിലാണ് പോവാ. ഇവിടെ 2018 സീൻ ഉണ്ടായപ്പോ എല്ലാരും വഞ്ചിയിലല്ലേ തുഴഞ്ഞു പോയി. അപ്പൊ വീണെടുത്ത് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് അവര് കണ്ടുപിടിക്കും. മഴ പെയ്യുമ്പോ നമുക്ക് തെറ്റ് പറ്റിയെങ്കിൽ മഴ പെയ്യുമ്പോ ഉപയോഗിക്കുന്ന സംഭവമാണ് വഞ്ചി. വെള്ളപ്പൊക്കം എങ്ങനെ ഉണ്ടാവണേ? മഴ വരുമ്പോ അല്ലേ? കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് പറയാം, അത് മഴ പെയ്യുമ്പോ ചൂടുന്ന സംഭവം എഴുതുന്ന എന്താ വെച്ചാൽ എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ പെൻസിലാ പറഞ്ഞത്, അല്ലാതെ കല്ലെന്നൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, പക്ഷെ കല്ല് വെച്ച് ഉത്തരം അങ്ങനെയാണ്. ഇപ്പൊ കല്ല് വെച്ച് എന്ത് കരിങ്കല്ലേ പാറമ വേറെ കല്ല് വെച്ചിട്ട് ഇപ്പൊ പോവാണ്. ഇപ്പൊ ഇത് നടന്നു. ഇപ്പൊ ഞാൻ പോവല്ല, ഞാൻ മനുഷ്യനാ. അപ്പൊ ബ്രോ പോയിക്കൊണ്ടിരുന്നപ്പോ മഴ പെയ്ത്. അപ്പൊ ബ്രോ എന്ത് വഞ്ചി എടുത്തോണ്ട് ഇങ്ങനെ പിടിക്കോ? ഇപ്പഴല്ലേ കളി മനസ്സിലായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൊളിച്ചു തിന്നുന്ന പഴം. പ്രോംഗ്രാനൈറ്റ്. അത് പൊളിച്ചെന്നെ തിന്ന. അപ്പൊ അത് തെറ്റല്ലേ? തെറ്റാവണേ. അവരവിടെ എഴുതിച്ചാണ് ഉത്തരം ബനാനയാണ്. അവിടെ ബനാന എഴുതിച്ചാണ്. ആ ബനാന പറഞ്ഞാൽ നമുക്ക് മൈനസ് കിട്ടും. ബനാന പറയരുത്. അല്ലാതെ തന്നെ പോലെ ഒരു അന്തോ മുന്തോ ഇല്ലാത്ത സാധനം അല്ല ഞാൻ പറഞ്ഞേ. ഓ, you got it. I got it, bro. ഓ ഗയ്സ്, അങ്ങനെ ജക്ടോമി ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ കളി അടിച്ചു എന്നാണ് പറയുന്നത്. ശക്തിന്ന മാസടാ. What do you sit on? ബെഞ്ച്. Okay. ബെഞ്ച് എഴുതിട്ട് സ്കൂളിലിരിക്കുന്ന ബെഞ്ച്. പോയല്ലേ? എനിക്കറിയാം. Name something you drink in the morning. രാവിലെ കുടിക്കുന്നത് എന്താ? ചായ. വാട്ടർ. ഞാൻ ചായ കുടിക്കില്ല. ചായക്കെതിരാ ബ്രോ. അപ്പോ സീറോയിലേക്ക് കയറിയിട്ടുണ്ട്. What do you use to cut things? കത്തി. സിസേഴ്സ്. നൈഫ് അല്ലാതെ വേറെന്തോ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? വടിവാള് വെച്ച് കട്ട് ചെയ്യാലോ? ആക്സ്. പണ്ട് ആക്സ് ഗാങ്ങിലായിരുന്നു. ആക്സ് ഗാങ് ഉണ്ടായിരുന്നു. കോടാലി ദുബായി പോയിട്ട് അല്ല, അത് ചൈനയിലായിരുന്നു. ഞാൻ പണ്ട് ചൈനയില് ഒരു ഡോൺ ആയിട്ടിരുന്ന ആക്സ് ഗാങ്ങിലായിരുന്നു. ബ്രോ ഡോണാ? ഡോണായിരുന്നു. ബ്രോയ്ക്ക് മറ്റേ ഡോൺലീനൊക്കെ അറിയോ? ഇല്ല, ആള് വേറെ ബ്രാഞ്ചാ. എനിക്ക് അവിടെ ഗ്യാങ് എന്നല്ലേ പറയണ, അല്ല ബ്രാഞ്ച് ഒന്നല്ലല്ലോ. അല്ല, അതല്ല ഞങ്ങളുടെ മാഫിയാസിന്റെ ഇടയിൽ ഒരു സംഭവം. സഹകരണ ഗ്രൂപ്പ് അവിടുത്തെ മാഫിയാസിന്റെ ഇടയിലുണ്ട്. ഇന്ന ഏരിയ നമ്മൾ മാത്രം. ഇവര് മറ്റേ അവിടെ ഇവർക്ക് രോഗമൊക്കെ ഉണ്ട്. അവിടെ എന്തോ സീൻ ഉണ്ടെങ്കിലും നോക്കിയാൽ ഇത് ഇവിടുന്ന് 2 ആക്സ് എടുക്കും, എന്നിട്ട് ഇവിടെ വന്നിരിക്കും. ഞാൻ പാടില്ല ഇങ്ങനെ പറയും. ഞാൻ ഇവിടുന്ന് മറ്റേ പെരുമ്പാവൂരിന്ന് ആൾക്കാരെടുത്തില്ലേ ബംഗാളികൾ, അതേപോലെ ആണ് നോക്കൊണ്ടിരുന്നത്. 2 ആക്സിഡന്റ്.
ബ്രോ കളിയാക്കിക്കോ. ഇപ്പഴെന്റെ ഒന്നും സത്യം പറഞ്ഞാ ബ്രോയ്ക്ക് തെറ്റാറില്ല. ഡോൺലിയുടെ രണ്ടു ചെറിയ ചെറിയ കട്ടുണ്ട് കേട്ടോ. ചെറിയ കട്ടുണ്ടോ? ചെറിയ ഞാനവിടുത്തെ സത്യം ബ്രോ ആയിരിക്കും കൂടുതൽ അവരുടെ ഗ്യാങ്ങിലുള്ള ആളായിരിക്കും. ഡോങ്ങിലൊക്കെ എന്റെ കുറെ പഠിച്ചു പോയതാ. എന്ത് പഠിച്ച് ആക്ഷൻസ്. ആക്ഷൻസ് അതെന്താ അതെന്താ ഇത് മറ്റേ സാധനങ്ങള് പേര് പറ, അതിന്റെ പേര് പറ. അതിന്റെ പേര് ചോദിക്കണേ. ഇതാണോ? അത് ലടക്ക്. ലടക്കല്ല, എന്നിട്ട് പറ ഞങ്ങളെ ജൂഡോ ജൂഡോ ചൈനയിൽ ലടക്കുന്ന പറയാനെ. അടക്ക ലടക്കുന്ന ഓ, ഇത് യൂസ് ചെയ്താൽ പിന്നെ അടക്കായിരിക്കും. അതുകൊണ്ട് എന്റെ പൊന്നെ തള്ളു മതി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. നഞ്ചക്സ് ഞങ്ങൾ അവിടെ ലച്ചക്കെന്ന് പറയും. നടക്കുന്നായിരുന്നു അത് നടക്കുമ്പോ ലടക്ക്. കിടക്കുമ്പോ വാട്ട് ഡു യു ബ്രഷ്? ബ്രഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ One. ഷൂ. ഓക്കെ ഓക്കെ ഓക്കെ. നെയിം എ ഫാസ്റ്റ് ഫുഡ്. ബർഗർ. പിസ്സ. ബർഗർ ആയിരുന്നു ആൻസർ. അറിയായിരുന്നു ഫസ്റ്റ് ബർഗർ പറയേണ്ടി വരുന്നത്. അവനെ പിസ്സ വാർത്തത്. ബർഗർ ബ്രോ എങ്ങനെയാണെന്ന് ഒരു പോയിന്റ്. ചെറുപ്പത്തില് ജീവിച്ചത്. കള്ളനാണല്ലേ. വാട്ട് ഡു യു യൂസ് ടു കോൾ സമ്മൺ? മൈക്രോഫോൺ. ഒരു ബന്ധമില്ലാത്ത ആൻസർ. മൈക്രോഫോൺ മൈക്രോഫോൺ ഒന്നെങ്കിൽ ഫോൺ പറയാം, അല്ലെങ്കിൽ അത് പറയാം. അതെ, അതൊരു കാര്യമുണ്ട്. മൈക്രോഫോൺ വേറെയാണ്. അത് പറയല്ല വേണ്ടത്, മനസ്സിലായി? അവിടെ നിനക്ക് തെറ്റി. ഓവർ സ്മാർട്ട് ആവാൻ നോക്കുമ്പോ എപ്പോഴും തെറ്റും. ബ്രോ ഓവർ സ്മാർട്ട് ആവാൻ നോക്കിയത് തെറ്റിപ്പോയി. മൈക്രോഫോൺ ഒക്കെ പറഞ്ഞിട്ട് അത് ബ്രോ മൈനസ് ഇട്. മൈക്രോഫോൺ മൈക്കെന്നാടാ വേറെ ഇങ്ങനെ കാണിക്കില്ലേ? ഇങ്ങനെ അങ്ങനെ ഫോണല്ല, അവരത് മാറ്റുന്നുണ്ടോ? ഫോണെന്ന് കുഞ്ഞു ഫോണാണ്. മൈക്രോഫോൺ വിളിക്കുന്ന മൈക്ക് വെച്ചിട്ടാ. മൈക്കേ മൈക്കേ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ഞാൻ മൈക്ക് എടുത്തിട്ട് ഹലോ ചേട്ടാ സ്പീക്കറോ ഇത് കണക്ട് ചെയ്യേണ്ടത്. ഇത് കണക്ട് വിളിക്കാലോ, മൈക്കിലൂടെയും വിളിക്കാലോ. സ്പീക്കറായിട്ട് കണക്ട് ബ്രോനെ ഞാനിപ്പോ ബ്രോ എവിടെ ഇരിക്കുവാണെങ്കിൽ ഹലോ ജക്ടർ ബ്രോ. അത് നീ മണ്ടലാക്കണം. ഇത്ര അടുത്ത് നിന്നിട്ട് അവരവിടെ ചെക്കത് ഇത്ര അടുത്ത് നിൽക്കല്ലേ ഞാൻ. ഞാനിപ്പോ ഒരു അതിപ്പോ എന്തൊക്കെ ഉത്തരവുള്ള ഫോണുണ്ട്, ഫോണുണ്ട്, സ്മാർട്ട് ഫോൺ ഉണ്ട്, ടെലിഫോൺ ഉണ്ട്, ലാൻഡ് ഫോൺ ഉണ്ട്, ബൂത്ത് ഉണ്ട്. മൈക്രോഫോൺ ഫോൺ ബൂത്ത്. അതായത് ആൾക്കാരെ വിളിക്കാം. സാർ തരുന്ന നാട്ടുകാര് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ വാട്സപ്പ് പറയാണെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു. അല്ലേ? വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞൂടായിരുന്നു. ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്. എല്ലാം പറയായിരുന്നു. അതിനകത്ത് കോൾ ചെയ്യാൻ പറ്റുന്നതാണല്ലേ. അതൊക്കെ പറഞ്ഞാ ആ കോൾ ചെയ്യാൻ പറ്റുന്നല്ലേ? ആ പിന്നെ ഇയാളെന്ത് പൊട്ടനാണോ? റോങ് ആൻസേഴ്സ് ആണ് പറയേണ്ടത്. പക്ഷെ അത് വാട്സപ്പ് ഒക്കെ അതൊക്കെ എന്ത് റോങ് ആണ്? റോങ് അതൊക്കെ ആപ്പല്ലേ ബ്രോ? നെക്സ്റ്റ് നെയിം എ റൂം ഇൻ ദി ഹൗസ്. ബെഡ്റൂം. കറക്റ്റ് ആൻസർ. ബെഡ്റൂം ആണോ? ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞല്ലേ? സെക്കൻഡ് രണ്ടിട് കിച്ചൺ എന്ന് പറയാന്ന് വിചാരിച്ചാ പിന്നെ അത് വിട്ട് എന്നിട്ട് ബെഡ്റൂം എന്ന് പറഞ്ഞു. വാട്ട് ഡു യു വെയർ വെൻ ഇറ്റ്സ് കോൾഡ്? 1 2 3 ബ്ലാങ്കറ്റ്. ഇങ്ങനെ ബ്ലാങ്കറ്റ് കവറല്ലേ ചെയ്യുന്നത്? അല്ല, ഡ്രസ്സിന്റെ കാര്യം ബ്ലാങ്കറ്റ്. ജാക്കറ്റ് Wear. അങ്ങനത്തെ സാധനങ്ങളില്ലേ? ബ്ലാങ്കറ്റ്. തെറ്റാണ്. ബ്ലാങ്കറ്റ് ഞാൻ ഇടാറുണ്ട്. ഞാൻ തണുക്കുമ്പോ ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് ആണ് വീടാറ്. ഇടുവോ? ആ One eternity later. What do you need to start a fire? സ്റ്റോൺ. ഇല്ല, തീപ്പെട്ടി. മാച്ച് ബോക്സ്. തീപ്പെട്ടി. ലൈറ്റർ. ലൈറ്റർ. നമ്മൾ പറയുന്നത് എന്തിനാ? ഇതിന്റെ പേരെന്താ? ഇതിന്റെ 2 പേര് ഇങ്ങനെ 3 പറയത്തില്ല. 4 5 6 സ്റ്റോളാ. ആ ഇങ്ങനെ ഇടിച്ചു കത്തിക്കും. ആ എന്ത് പറ്റിയ ഞാനൊക്കെ ആധുനിക കാലത്തുള്ള അതല്ല ആൻസർ. ഒരച്ച കത്തിക്കുള്ളൂ. അതല്ല ആൻസർ. എന്ത് സ്റ്റോൺ വെച്ചാ ഒരച്ച കത്തിച്ചോണ്ടിരുന്ന ആൾക്കാര് ഇനി നീ വേറൊന്നും ഉപയോഗിക്കുന്നു. സ്റ്റോൺ ഉപയോഗിക്കാൻ പാടില്ല. എന്ത് ഞാൻ ഇങ്ങനെ അതെ, അങ്ങനെയൊന്നും പറ്റില്ല. സ്റ്റോൺ വെച്ചിട്ട് എന്തിട്ട് ഇങ്ങനെ എന്ത് അത് ഞാൻ ഉത്തരം പറഞ്ഞു അത് ഞാൻ തിരുത്താൻ വേണ്ടി പറഞ്ഞതാ. ജന്മത്തിൽ സ്റ്റോൺ വെച്ചിട്ട്. അയ്യോ കത്തിച്ച ചരിത്രമുണ്ട് ഇവിടെ. നമുക്ക് പഠിക്കാൻ വരാനുണ്ട്. ചരിത്രമല്ല. ഇവിടെ ആധുനിക കാലത്തെ അങ്ങനെയാണെ ശരി. ഞാൻ വഞ്ചി വെച്ച് ഞാൻ മറ്റേ വെള്ളപ്പൊക്കം വരുമ്പോ വഞ്ചി വെച്ചിട്ട് ഉപയോഗിക്കുന്ന. താനെങ്ങനെ പഞ്ചെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടോ? പിന്നെ ഇയാളെ മഴ പെയ്യുമ്പോ ഇപ്പോഴെപ്പോഴാ ഇയാളെ
രണ്ട് കല്ല് ഇയാള് വീട്ടിലൊക്കെ രണ്ട് കല്ലാട്ടോ അടുക്കളയിൽ വെച്ചക്കട തീ വരണ തീപ്പെട്ടി ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ക്യാൻസർ ആണ്. സ്റ്റോൺ വെച്ച് കത്തിയിട്ടുണ്ട്. ആക്ച്വലി സ്റ്റോൺ വെച്ചിട്ട് ടയർ മൈനസ് അല്ലേ? അല്ല. പിന്നെ ഇത് റിലേറ്റഡ് ആൻസർ എന്ന് പറയുന്നത് തീ തുടങ്ങാൻ പറ്റുന്നല്ലേ ബ്രോ? അതിന് തീ വരും. അതിന് കാലത്ത് ഇങ്ങനെ ഇത് വെച്ചിട്ടാണ് കത്തിച്ചോണ്ടിരുന്നത്. പക്ഷെ അതിന് കാലത്ത് വള്ളം പോക്കത്ത് ഇങ്ങനെ വെച്ചോണ്ട് പോയിട്ടില്ല. മഴ വരുമ്പോ ആരും മഞ്ചി എടുത്തിട്ട് ഇങ്ങനെ വെച്ചോണ്ട് പോയിട്ടില്ല. വാഴയിലൊക്കെ പറയായിരുന്നു. വാഴയൊക്കെ പറഞ്ഞിരുന്നു ഓക്കെ ബ്രോ. ചേമ്പലയോ ചേമ്പല അതും ഓക്കെ. ആര് അത്രയും വെയിറ്റുള്ള മഞ്ചി എടുത്ത് തല വെച്ചോണ്ട് പോകാൻ നിങ്ങൾക്ക് പറ്റും ബ്രോ. വാട്ട് ഡു യു യൂസ് ടു വേക്ക് അപ്പ് ഇൻ ദി മോർണിംഗ്? നമ്മള് രാവിലെ എണീക്കാൻ വേണ്ടി എന്താ യൂസ് ചെയ്യുന്നതെന്ന്? ക്ലോക്ക്. ക്ലോക്കിൽ അലാറം. അലാറം. ക്ലോക്കിൽ അലാറം. ക്ലോക്കിൽ അലാറം. അലാറം തെറ്റാണ്. കോഴി എന്ന് പറയായിരുന്നു. ഫോണിൽ അലാറം. കോഴി എന്ന് പറയായിരുന്നു. ക്ലോക്കിൽ അലാറം പറഞ്ഞു. നോർമൽ അലാം ആയിരിക്കും എനിക്കറിയാം. അതന്നെ ക്ലോക്കിൽ അലാം. ഇന്നീ മനുഷ്യനെ ഞാൻ എങ്ങനെ ഏൽപ്പിച്ചെന്നറിയോ? ഇങ്ങനെ 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 കിടക്കായിരുന്നു. എനിക്കിതില്ല ഒരു 5 മിനിറ്റ് 6-7 മിനിറ്റ് ഞാൻ വിളിച്ചിട്ടുണ്ടാവും. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇത് ഇങ്ങനെ പൊന്തിച്ചടാ എന്റെ നിർത്തി ഞാൻ ഇങ്ങനെ എന്റെ ഞാൻ വിട്ടോടാ എനിക്കിടാന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ചിരിച്ചോടൊക്കെ തിരിച്ചറി. എന്നിട്ട് ഞാൻ പാടാതെ പറഞ്ഞു. ആള് ഇങ്ങനെ എടുക്കുന്നതാണ്. ഞാൻ വെച്ചിട്ട് തലൊക്കെ പൊളിക്കുന്നു. അവിടെ കിടന്ന് ഉറങ്ങി നിന്നിട്ട് എനിക്കില്ല. എനിക്ക് പിന്നെ പാവം തോന്നി. പിന്നെ കിണ പിടിച്ച് വടിയായിട്ട് പാവം തോന്നിട്ടല്ലേ? നാളെ തരട്ടെ ഞാൻ. സിമ്പിൾ. നാളെ ഞാൻ എന്ത് പറയാം, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടിട്ട് ഇയാളുടെ നിക്കറിനകത്ത് വെച്ചിരിക്കും. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ എനിക്കും കൃത്യസമയത്ത് ഉറങ്ങി വേണ്ട നമുക്ക് കുറച്ച് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കാൻ നിക്കറിനകത്ത് എല്ലാം കത്തി അങ്ങ് പോട്ടെ. ചിലപ്പോ കത്തിക്കും നമ്മള്. ഞാൻ കത്തിക്കാൻ വാ. ഞാൻ ഓൾറെഡി തീ എങ്ങനെ തീയില് കത്താം? തീയാണല്ലേ? അതിന്റെ അപ്പുറം ടം ഉണ്ടായിരുന്നു. What do you eat with rice? റൈസിന്റെ കൂടെ എന്താണ്? ടൊമാറ്റോ. ഓക്കെ. റൈസാ? ചോറിനോട് എന്താ? ചോറിനോട് തക്കാളി കഴിക്കും. സാമ്പാർ. ശരിക്കും ആൻസർ എന്തായിരുന്നു? കറി. നെയിം സംതിങ് സ്റ്റിക്കി. ഇയാൾ പറഞ്ഞു കൊടുക്കില്ല. ഇയാൾ പറഞ്ഞു കൊടുക്കുമ്പോ അവനാണെങ്കിൽ ഫെവിക്കോളായിരിക്കും. ഫെവി ബോണ്ട്. ഫെവി ബോണ്ട് പറഞ്ഞ സംഭവം. ഫെവി ബോണ്ടാ. ബെറ്റുണ്ടോ? നോക്കട്ടെ ചോദിച്ചു. സ്റ്റിക്കി നോക്കട്ടെ. അവിടത്തെ ഉത്തരം അതല്ല. ഇത് ഞാൻ അഭിനയ. എനിക്ക് സംശയങ്ങൾ എപ്പോ ഉണ്ടെങ്കിൽ ഞാൻ തീർക്കും. അത് ഞാൻ എടുക്കത്. ഫോട്ടോ നോക്കട്ടെ. കണ്ടോ? ബ്രാൻഡിന്റെ പേരൊന്നും പറയാൻ പറ്റില്ല. ഇത് ബ്രാൻഡിന്റെ പേര് പറയണേ. ഇതൊരു ബ്രാൻഡിന്റെ പേരല്ലേ? ആണോ? എന്താ ഇതൊരു ബ്രാൻഡിന്റെ പേരല്ലേ? ബ്രാൻഡിന്റെ പേര് ഒന്നിങ്ങനെ ഗ്ലൂ എന്ന് പറയാ, ഇല്ലെങ്കിൽ പശ എന്ന് പറയാ, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കി ആയിട്ടുള്ള എന്തെങ്കിലും വല്ല രണ്ടാ. പക്ഷേ ഇതെന്ത് ബ്രാൻഡിന്റെ പേരൊക്കെ എന്താണ്? ബ്രോ ആദ്യം പറഞ്ഞ അതല്ലെന്ന്. ബ്രോ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോ ഇത് ഇങ്ങനെ അല്ലെന്ന് പറഞ്ഞു. പിന്നെ ബ്രോ ഫെവിക്കോൾ എന്ന് പറഞ്ഞു കൊടുത്തേ. അതൊന്നും തെറ്റ് പറയാനായിട്ട് 3 സെക്കൻഡ്സ് ഉള്ളതാണ് കുറിജി പറയുന്നത്. നെയിം എ ഷേപ്പ് വിത്ത് 4 sides. സ്ക്വയർ. കറക്റ്റ് ആൻസർ. നെഗറ്റീവ്. കറക്റ്റ് ആൻസർ. താങ്ക് യു. പിന്നെ വേറെ എന്താ ട്രപ്പീസിയം. മൈനസ് വാങ്ങുന്ന. What do you wear on your head? ചെയർ. ചേറും തല വെച്ചെടുക്കാൻ തനിക്കിനെ പ്രാന്താന്നോ? ഭാഗ്യം ഫ്ലവർ എന്നൊന്നും പറയുന്നത് തലയില് ഫ്ലവർ ഒക്കെ വെക്കാൻ പറ്റും. What do you use to watch movies? കറക്റ്റ് ആൻസർ. എന്റെ ഇല്ല, എന്റെ ടിവി ആണ്. ഓ ഞാൻ എന്താല്ലേ? ഞാനാണല്ലേ? ഒരിക്കലും ഇല്ലാത്ത ആൻസേഴ്സ് ഒക്കെ അങ്ങ് പറഞ്ഞു പറഞ്ഞു ചോദിച്ചേ. നെയിം സംതിങ് യു ബ്ലോ. ബ്ലോയാണോ പറഞ്ഞേ? വാട്ടർ വായിക്കാത്തിട്ട് ബ്ലോ വയ്ക്കില്ലേ? ബ്ലോ എന്ന് പറഞ്ഞാൽ അയ്യോ അതിനെന്താ വാട്ടർ വായിലിട്ട് പുലിക്കുഴിന്നല്ലേ? അത് ബ്ലോ എന്നല്ല പറയുന്നത്.
അത് വേറെ അതൊരു സംഭവം ഉണ്ടായിരുന്നു. പേര് പറഞ്ഞു അതിന്റെ പേര് ഞാൻ മറന്നു. കറക്റ്റാ അത് ചെയ്യാൻ പറ്റും. അസുഖം വന്നു വരുമ്പോ എന്താ കഴിക്കുന്നത്? ഡോളോ. ആ അസുഖം വന്ന ഡോളോ കിടക്കും. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വാട്ട് ഡു യു വെയർ ഓൺ യുവർ റിസ്റ്റ്? നെക്ലസ് ഒരിക്കലും കൈമ ഇടാൻ പറ്റില്ല. മൈനസ് കൊടുക്കും. എല്ലാരും ഇപ്പൊ ഒന്നായി. അപ്പൊ അങ്ങനെ എല്ലാരും 1 പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്, തിരിച്ചെത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം എ ജംഗിൾ ആനിമൽ. ഡോഗ്. കാട്ടുപൂച്ചാലുണ്ട്, കാട്ടുപട്ടി ഞാൻ ആദ്യത്തേക്കണേ. അങ്ങനെയില്ല. പേപ്പട്ടി, കാട്ടുപട്ടി, അർജുൻപട്ടി. പട്ടിയില്ലാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. കാട്ടുപട്ടി ഇല്ല. നെയിം എ പെറ്റ് പീപ്പിൾ കീപ് അറ്റ് ഹോം. ടർട്ടിൽ. ടർട്ടിലാ പെറ്റായിട്ട് ടർട്ടിൽ പെറ്റായിട്ട് നടത്തുന്നവരുണ്ട്. നെയിം എ ആനിമൽ ദാറ്റ് സ്വിംസ്. ബ്ലൂ വെയിൽ. കറക്റ്റ് ആൻസർ അത്. ആണാണ്, ആനിമലാണ്. വെയിൽ ആനിമലാണ്. മൈനസ് ആണത്. നെയിം എ ബേർഡ്. ഓ കറക്റ്റ് ആൻസർ. ഇതൊക്കെയാണ് ഒരാളോട് ചോദിക്കും, ഇതൊക്കെയാണ് ഫസ്റ്റ് മനസ്സിൽ വരുന്നത്. അതാണ് അവിടെ അവിടെ കയ്യിലുണ്ട് തുടങ്ങി. ഞാനാണെങ്കിൽ നെയ്മ് പാരറ്റിന്ന് വേണ്ടി വേറെ എന്തെങ്കിലും പറയാനുണ്ടെന്ന് വിചാരിച്ചിരിക്കും. അപ്പത്തേക്കും കയ്യിലുണ്ട് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. നെയിം എ ഫാം ആനിമൽ. അതെ, പട്ടി എത്തായിരുന്നു പുറത്ത്. ഫാമിൽ വളർത്തുന്നു. പിന്നെ ഡെസേർട്ടിലൊക്കെ ക്യാമലാണ് ഫാമിൽ വളർത്തുന്നത്. എന്റെ കൗ ആയിരുന്നു. കൗ. നെയിം എ ആനിമൽ ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ബി. ബി തന്നെ വെച്ചിരിക്കുന്നേ. ഞാനങ്ങ് കേറിപ്പോയില്ലേ. സീൻ തന്നെ. നെയിം എ സീ ക്രീച്ചർ. എന്റെ ഉണ്ടായിരുന്ന ജെല്ലി ഫിഷ്. നെയിം എ സ്ലോ ആനിമൽ. ഹോഴ്സ്. പറഞ്ഞു വന്നല്ലേ. ഹോഴ്സ് ശരിക്കും ചീറ്റാനേക്കാളും സ്ലോയാ. അപ്പൊ സ്ലോ ആനിമല്ലേ. അതെ അതെ ബ്രോ പറയുന്നത് കൂടെ പറഞ്ഞ് കൺവേർട്ട് ചെയ്യും. ബ്രോ അത് ഓഡിയൻസിനോട് പറഞ്ഞ ഇത് അപ്പൊ അവരും കൂടി വിശ്വസിക്കും. ശരിയാ, ചീറ്റനേക്കാൾ താഴെയാണ്. ഇവിടെ സ്ലോ ആനിമൽ എന്നല്ല പറയാം. ഒരു ചെറിയ വരേനെ നമ്മളിങ്ങനെ വലുതാക്കുക. അവിടെ വേറൊരു പോലെ ഈ ഹോഴ്സിനെ ചെറുതാക്കുന്നത് എപ്പോഴാ? ചീറ്റ അതിന്റെ കൂടെ ഓടുമ്പോ. അപ്പൊ സ്ലോ അല്ലേ? അല്ലേ? യു ആർ കറക്റ്റ് അല്ലേ? ഇവിടെ ചീറ്റ ഓടണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇല്ല, പക്ഷെ ചീറ്റ ഓടും. അത് ഫാസ്റ്റ് ആനിമൽ അല്ലേ? ഇനി ഉദാഹരണത്തിന് ഹോഴ്സിനേക്കാളും കൂടെ എന്തോരം പേര് ഓടുന്നുണ്ട്. ശരിക്കും ടോപ്പ് 5 എടുക്ക്. ഈ ഹോഴ്സിനേക്കാളും കൂടുതൽ ചീറ്റ ഓടും, ഓസ്ട്രിച്ച് ഓടും. പിന്നെ വേറെ കുറച്ച് ഓടില്ലാത്ത നടക്കുന്നവരാണ് സ്ലോ ആനിമൽ എന്ന് പറയുന്നത്. സ്ലോത്ത്, സ്നെയില്, നടക്കുന്നവരാണ് പറയുന്നത്. അതാ ബ്രോ പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കുക. ബ്രോ അത് ആണ്, അങ്ങനെയാണ്. ശരിയാണ്. ഇങ്ങനെ അടുത്ത ദിവസം നെയിം എ ആനിമൽ വിത്ത് ഹോൺസ്. യൂണിക്കോൺ. അങ്ങനെ ആനിമലേ ഇല്ല. അങ്ങനെ യൂണിക്കോൺ ബൈക്ക് മാത്രമാണ്. മറ്റേതുണ്ടല്ലോ, അതൊരു ഫാൻസിയാ. നെയിം ആൻ ആനിമൽ ദാറ്റ് ലീവ്സ് ഇൻ ദി ഡെസേർട്ട്. തെറ്റാ. ക്യാമൽ ബാക്കി ഫുൾ ഇനിഷ്യലാ. അതന്നെയാണ് ക്യാമൽ. മറ്റേത് എഴുതിയാൽ മതിയായിരുന്നു. നെയിം എ ഫ്ലൈയിങ് ഇൻസെക്ട്. മോസ്കിറ്റോ. എന്റെ ഡ്രാഗൺ ഫ്ലൈ ആണ്. ഡ്രാഗൺ ഫ്ലൈ ഈച്ച. ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞ മണിയിലിച്ച. ഇതാണ് ഡ്രാഗൺ ഫ്ലൈ. അതാണ് ഡ്രാഗൺ ഫ്ലൈ. തുമ്പി. പരിണാമം വന്നാണല്ലോ ഈ തുമ്പി ഉണ്ടാവുന്നേ. ഇയാള് ചിലപ്പോ പറയുമായിരിക്കും, അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അല്ല, അതൊരു മണ്ടറായിരിക്കണം അത് പറയണെങ്കിൽ. അല്ല, താൻ അങ്ങനെ ഒരു ഇതുള്ളതാ. ഫ്ലൈസ് വേറെയാണ്, ഇൻസെക്ട് വേറെയാണ്. ഈ മോസ്കിറ്റോ, ഈ ആൻഡ്, പിന്നെ ഈ ഇപ്പൊ പറഞ്ഞ ഇതൊക്കെ വേറെ കാറ്റഗറി. ഈ തുമ്പി, ബട്ടർഫ്ലൈ ഇതൊക്കെ വേറെ കാറ്റഗറി ഉള്ളതാണ്. ബട്ടർഫ്ലൈ, തുമ്പി ഇതൊക്കെ വേറെ കാറ്റഗറി. അത് വേറൊരു ഫ്ലൈ കാറ്റഗറി. ബൂട്ട് ക്യാമ്പ് വിട്ട് കഴിഞ്ഞാൽ ഈ ജില്ലയില് ഇയാൾ അത്ര നോളജ് ഉള്ള വേറെ ആരുമില്ല. ഇയാൾ അത്ര നോളജ്, ഇയാളുടെ ഇതൊക്കെ ബുദ്ധി ആരുമില്ല. നമ്മളെല്ലാരും മരിക്കണം. നല്ല ഫണ്ണായിരുന്നു. നെയിം ആൻ ആനിമൽ ദാറ്റ് മേക്സ് എ ലൗഡ് സൗണ്ട്.
കറക്റ്റ് ആൻസർ. ലയൺ ആയിരുന്നു എന്റെ ഉണ്ടായിരുന്നു. ലയൺ പോയിന്റ് കിട്ടി. നെക്സ്റ്റ് നെയിം എ സ്ട്രിപ്ഡ് ആനിമൽ. ചീറ്റയ്ക്ക് പുള്ളി വരെ. ചീറ്റക്കില്ല. ചീറ്റയ്ക്ക് പുള്ളിയാണ്. അതെന്നെ പറയാൻ റിലേറ്റഡ് സീബ്ര, പിന്നെ അങ്ങനെ വരയം പുള്ളി, പിന്നെ ടൈഗർ. ടൈഗറിന് എന്താ വരയൻ പുലി, ചീറ്റയിലും വരല്ലേ മറ്റേ പുള്ളിയാണല്ലേ. നെയിം എ സ്പോട്ടഡ് ആനിമൽ. ചീറ്റ, ലെപ്പേർഡ് ആയിരുന്നു എന്റെ. കുത്ത്. നെയിം എ സ്മോൾ ആനിമൽ. അതെങ്ങനെ റാബിറ്റ് അങ്ങനെ അതെങ്ങനെ കുഞ്ഞാവനെ? കുഞ്ഞാവില്ല, കുഞ്ഞില്ല, വലുതാണ്. റാബിറ്റ് വലുതാണ്. ഹാബിറ്റൊക്കെ ഇത്രക്ക് ഉണ്ടാവും. എന്റെ വീട്ടിലുണ്ടായിരുന്നു പണ്ട്. ആനിമലിന് ഉദ്ദേശിക്കുന്നത് ഈ ഉറുമ്പാണോ ഉദ്ദേശിച്ചത്? അത് insect. അല്ല, ഫ്രോഗ്. ഫ്രോഗ്. കറക്റ്റ് ഒന്നല്ല. ഫ്രോഗ്, റാറ്റ്, റാബിറ്റ് ഒന്നുമില്ല. നീ ഇത് കൊടുത്ത മൈനസ് കൊടുത്താൽ മതി. നോർമൽ ഒരു ആനിമൽ ഉണ്ടല്ലോ, ഇപ്പൊ ചീറ്റ, പുലി, അതിന് വെച്ച് നോക്കുമ്പോ റാബിറ്റ് ചെറുതല്ലേ? അങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രിച്ചിനെയും മറ്റേത് വെച്ച് നോക്കുമ്പോ എന്നിട്ട് അപ്പൊ എന്റെ ഹോഴ്സ് കറക്റ്റാ. റാബിറ്റ് ഹോഴ്സാ? ആ, ബാക്കിയുള്ള ആനിമൽ വെച്ച് നോക്കുമ്പോ ഹോഴ്സിന് കുറവല്ലേ? ഞാൻ ചർച്ച ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞ ഞാനുണ്ട്. ഇല്ല, അതവിടെ സെർച്ച് ചെയ്ത് നോക്കി. ചെറിയ ആനിമലാ. നെയിം ആൻ ആനിമൽ ദാറ്റ് ഹോപ്സ്. ചാടുന്ന ആനിമലിന്റെ പേര്. കങ്കാരു. കറക്റ്റ് ആൻസർ അത്. കങ്കാരു. എന്റെ കങ്കാരു. പറഞ്ഞാലും വേറെ എന്തെങ്കിലും പറയാനായിട്ട്. ടൈഗർ ചാടും. ആ, എല്ലാരും ചാടും. അല്ല, ഇത് ഹോപ്പ് എന്ന് പറഞ്ഞ. ഹോപ്പ് എന്ന് പറഞ്ഞ വേറെ. കുതിച്ചാടുന്നത് കുതിര. റാബിറ്റ്. റാറ്റ് എങ്ങനെ കുതിച്ചു? റാറ്റ് കുതിച്ചാടാ. കുതിച്ച് പൊങ്ങണം. അങ്ങനെ ചാടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ആൻ ആനിമൽ വിത്ത് ബിഗ് ഇയേഴ്സ്. ആന, എലിഫന്റ്. ആ, പിന്നെന്താ? റാബിറ്റ്. അവിടെ പിന്നെ സമയം കഴിഞ്ഞ് എന്താ ആലോചിച്ചത്? ഞാൻ പറഞ്ഞ ആനാന്ന്. ബ്രോ അവിടെ എന്തായിരുന്നു ഉത്തരം? എന്റെ എലിഫന്റ് ആയിരുന്നു. കണ്ടോ, ഞാൻ കറക്റ്റ് പറഞ്ഞത്. നെയിം എ കോൾഡ് വെതർ ആനിമൽ. 1 2 കറക്റ്റ് ആൻസർ. ഇല്ല, പെഗ്വിൻ. പറയാ. പോയിന്റ് ഇട്ടെ. ബ്രോയ്ക്കൊക്കെ നല്ല അസുഖം ഉണ്ടല്ലേ. നെയിം എ 4-legged ആനിമൽ. ടൈഗർ. ഞാൻ എന്റെ ഉണ്ടായിരുന്ന ഹോസ് ആയിരുന്നു. നെയിം ആൻ ആനിമൽ ദാറ്റ് ചേഞ്ചസ് കളർ. ലിയോപാഡ്. ലിയോപാഡ് എങ്ങനെയാ മാറുന്നത്? അത് അവർ ചെളി പറ്റി കഴിഞ്ഞ കളർ മാറും. എങ്ങനെ ചുമര ക്യാമലിയനാണ് ആൻസർ. അതെങ്ങനെ ആനിമൽസ് കളർ മാറുന്ന ആനിമൽ ഓന്താണ് ക്യാമലിയോൺ. കളർ മാറുമല്ലോ. അതല്ല ക്യാമലിയോൺ. അതല്ല, അയാളത് എടുത്ത് വെച്ചിരിക്കുന്നത്. വേറെ എന്ത് പറയും? വേറെ കളർ മാറുന്ന ജീവി ഉണ്ടോ? ഉണ്ടാവടാ. കുമ്പൻ. What do you sleep on? 1 2 3 3 സെക്കൻഡ് കഴിഞ്ഞു. കറക്റ്റ്. What do you look at yourself in? ഫോൺ. ശരി. ശരി. കള്ളനാ. എന്റെ മിറർ ആയിരുന്നു. ഞാൻ വെറുതെ പറയാൻ വേണ്ടിട്ട് വന്നിട്ട് അവന് ഫോൺ വാങ്ങിയത്. ജോലി ചെയ്യുമ്പോൾ ഇരിക്കുന്നത് എവിടെ? ബെഞ്ച്. പണിയെടുക്കാൻ എന്ത് പണി എടുക്കുന്നേ? ചായക്കടയില്. ചായ എന്തുകൊണ്ടാണ് കുടിക്കുന്നത്? ഓക്കെ, ഇതൊക്കെ എന്ത് ചാൻസറുകളൊക്കെ. പിന്നെ ബ്രോ എന്തുകൊണ്ടാ ചായ കുടിക്കുന്നേ? ബ്രോ എന്തുകൊണ്ടാ ചായ കുടിക്കുന്നേ? പറ. ശരിയാണല്ല. കുളിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. തേപ്പ വസ്തുവാ. കുളിക്കാൻ ഉപയോഗിക്കുന്ന മറ്റേ തേക്കുന്ന സാധനമല്ലേ? ഇവ തേപ്പട്ട് വെച്ച് വിളിക്കാറിങ്ങ. തേപ്പ് മറ്റേ ഇതില് ഉറക്കുന്ന സാധനം. തേപ്പ് എന്നാണ് അതിനെ പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഒരു നാട്ടിലും തേപ്പ് എന്ന് പറയില്ല. നമ്മുടെ നാട്ടിൽ തേപ്പ് എന്ന് പറയാറ്. തേപ്പ് എന്നല്ല, തേപ്പ് അത് പ്രവൃത്തിയല്ലേ. എന്തുകൊണ്ടാണ് പല്ല് തേക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ഓല. ഓല വെച്ച് പല്ലേക്കണം. ഓല വെച്ചിട്ട് പല്ലേക്കില്ല, മാവല വെച്ചിട്ട് പല്ലേക്കും. ഓല വെച്ച് പല്ലേക്കണവരുണ്ട്. എന്നിട്ട് ഇത് പഴയൊക്കെ ഇത് വെച്ചിട്ട് തേക്കും. എന്നിട്ട് ഈ മറ്റേ ഇതില്ലേ ഇതെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിണ്ട്. അത് നാക്ക് പഠിക്കും. ഓല വെച്ചിട്ടാ ഞങ്ങളുടെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മാവല കണ്ടിട്ടുണ്ട്. ഓല ഇത് വെച്ച് തേച്ചിട്ട് മറ്റേത് ക്ലീനർ ആക്കും.
ടങ് ക്ലീനർ ഒക്കെ മറ്റേ തേക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഉണ്ട് സാധനം രക്ഷപ്പെട്ടടാ. ഇല്ല ഓലോചിക്കും. വെള്ളം ശേഖരിച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന സാധനം. കപ്പ്. ഓക്കെ. അപ്പൊ എന്റെ ഉണ്ടായിരുന്നത് ബോട്ടിലായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രം. തേങ്ങ ഷർട്ട് എന്ന് പറഞ്ഞാൽ പോരെ വേണ്ട. യൂണിഫോം അല്ലല്ലോ. യൂണിഫോം എന്നല്ലേ പറഞ്ഞേ? ഇതിന്റെ അകത്ത് യൂണിഫോം ആണ്. ആ ഷർട്ട് എങ്ങനെ പറ. ഞാൻ കളർ ഡ്രസ് എന്ന് പറയാൻ വരെ പിന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടില്ല. 3 സെക്കൻഡ് പൈസ വെക്കുന്ന സ്ഥലം. ടേബിള്. അത് കലക്കി. പോക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മിനിക്കാന്. കണ്ണിൽ എന്താണ് ധരിക്കുന്നത്? ഹൈ കോണ്ടാക്ട് ലെൻസ്. എന്റെ ഉണ്ടായിരുന്ന ഗ്ലാസസ് ആയിരുന്നു. ലാസ്റ്റ് സെക്ഷൻ. സ്കൂളിൽ എന്താണ് കൊണ്ടുവന്നത്? വാട്ടർ ബോട്ടിൽ. ഓക്കെ. എന്റെ ഉണ്ടായിരുന്ന ബാഗ് ആയിരുന്നു. ഇരുട്ടത്ത് എന്താണ് ഉപയോഗിക്കുന്നത്? കണ്ണാടി. ഇരുട്ടത്ത് കണ്ണാടി ഉപയോഗിക്കും. അതെങ്ങനെ? ഏത് ഇരുട്ടത്താണെങ്കിലും കണ്ണാടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇരുട്ടാന്നേക്ക് കണ്ണ് കാണാത്ത ഒരാളാന്നേക്ക്. കണ്ണാടി വെക്കാത്ത ഒരാള് ഇരുട്ടാണ്. അവരെന്തായാലും കണ്ണാടി ഇരുട്ടത്താണ്. നിങ്ങൾ കണ്ണാടി വെച്ചാൽ കാണാൻ പറ്റും. ഓക്കെ, അത് പുതിയ ഇത് ബ്രോ കണ്ണാടി തെറ്റാതെ പറയാം. കണ്ണിന് ഇച്ചിരി പവർ കുറവുള്ളവര് കണ്ണാടി അതിപ്പോ ഒരു കാര്യം പറയട്ടെ, ഇരുട്ടാണെങ്കിലും വെളിച്ചാണെങ്കിലും അവർ ആ കണ്ണട വെക്കണം. എന്നാലാണ് ഇരുട്ടുണ്ടെങ്കിലും ഒരു നിലാവിന് വെളിച്ചത്തിൽ അവർക്ക് കാണാൻ പറ്റുള്ളൂ. സത്യമായിട്ടും അത് കറക്റ്റ് ആൻസർ ആണ്. ക്യാൻ യു വെയർ ഗ്ലാസ് ഇൻ നൈറ്റ് എന്ന് പറയാണ്. ഇരുട്ടത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന രാത്രിയിൽ എന്ത് ഉപയോഗിക്കുന്നല്ല. കണ്ണാടി വെക്കും. കണ്ണാടി വെക്കും. ഈ കണ്ണാടി ഇവിടെ ലൈറ്റ് ഇത് ലൈറ്റ് ഞാൻ പറയട്ടെ, ഗൾഫിലൊക്കെ ഉണ്ടല്ലോ കണ്ണാട എന്ന് പറയുന്നത്. അവിടെ ലൈറ്റ് ഉണ്ട്. അപ്പൊ അവിടെ ദുബായിലൊക്കെ കറണ്ട് കട്ടാകുമ്പോ എന്ത് ചെയ്യാന്ന് അറിയാം അവര്. അപ്പൊ ഈ കണ്ണാട ഇങ്ങനെ സമയം നോക്കുന്ന വസ്തു. കണ്ണാടിയാ. കണ്ണാടി കൂടെ ഒന്നും ബാക്കില്ല. ഇയാളാണെങ്കിൽ എന്ത് പറയാ കണ്ണാടിയുടെ ബാക്കി. അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു റൗണ്ട് കൂടി വരും. ഒറ്റ റൗണ്ട് കൂടി. ഒറ്റ റൗണ്ട് വേണ്ടി ബ്രോക്ക് തോന്നുന്നു സെലക്ട് ചെയ്താൽ മതി. ഒറ്റ റൗണ്ടും കൂടി ജയിക്കണം. യെസ് ബ്രോ റെഡിയാണോ? സ്പോർട്സ്മാൻ റെഡിയാണോ? ബ്രോ റെഡിയാണോ? നെയിം എ ഫ്ലവർ. ലില്ലി. എന്റെ റോസ് ആയിരുന്നു. നൂഡിൽസ് കഴിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. സ്പൂൺ. ഫോർക്കായിരുന്നു. തണുപ്പുള്ള വസ്തു. കുമൻ. ഐസ്. ഒരു റൗണ്ടും കൂടി വേണം. കഴിഞ്ഞ ഒരു 5-6 ചലഞ്ച് ജയിക്കും. എനിക്ക് സ്ട്രീക്ക് നിർത്തണം. കഴിഞ്ഞ 5-6 ചലഞ്ച് ഞാനും ജയിച്ചത്. നമ്മള് വന്നിട്ട് ഇപ്പൊ 4 പറഞ്ഞു വരുന്നതാണ്. ഞാൻ 5-6 ജയിക്കുന്ന സ്ട്രീക്ക് ആണെന്ന്. ഇപ്പൊ 3 ചലഞ്ച് കണ്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അതിലെവിടെയാ ബ്രോ 5-6 ചലഞ്ച് ഷൂട്ട് ചെയ്ത്? സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ചലഞ്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് -1, എഡ്വിൻ BCB 5 പോയിന്റ് ഉണ്ട്. ജക്ടമൈമിയാണ് 3 പോയിന്റ് ആയിട്ട് സെക്കൻഡ് വെക്കുന്നത്. ഗൈസ് സെക്കൻഡ് പൊസിഷനിലേക്ക് ഇന്ന് ജക്ടമൈമി ഇറങ്ങിയിരിക്കുന്നു. പോട്ടെ, കുഴപ്പമില്ല. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഓഹ്, ജക്ടമൈമിന്റെ കൈ തന്നു. ബ്രോ തർക്കിച്ചതില് പകുതി മുക്കാലും ലോജിക്കുള്ള കാര്യങ്ങളാ. ഇതൊക്കെ ഇവിടെ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാ. ഇരുട്ടത്ത് എന്തായിരുന്നു? ഗ്ലാസ് വെക്കണം. ഇരുട്ടത്ത് വേറെ എന്തൊക്കെ ചെയ്യണം? ഇരുട്ടത്ത് അല്ല, ഞാൻ ഉദ്ദേശിച്ച ഗ്ലാസ്സിൽ ഇങ്ങനെ ലൈറ്റ് ഉണ്ടാവുക, അത് സെറ്റ് ചെയ്യണം. ബ്രോ എന്താ ഇവിടെ ലൈറ്റിന് ചോദിച്ചാൽ ഇരുട്ടത്തും കൂടി നടന്നൂടെ ബ്രോ എന്ന് പറയും. കണ്ണാടി വെച്ചാൽ ബ്രോയ്ക്ക് ഒരു കണ്ണാടി ഉണ്ടോ? കണ്ണുണ്ടോ? കാണാവോ? ഇരുട്ടത്തോട് നടക്ക്. ഗൈസ്, അപ്പൊ എന്തായാലും ഈ ഒരു ചലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതിന് ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ.